അങ്ങനെ നമ്മൾ അടുത്തൊരു യാത്ര പോവാണ്. ഡോറയുടെ പ്രയാണത്തിൻ്റെ അടുത്ത യാത്ര എന്ന് പറയുന്നത് കുട്ടിക്കാനം, പരുന്തുംപാറ. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ 2 ദിവസത്തെ യാത്രയാണ് ഇത്. ഇന്ന് നമ്മൾ കുട്ടിക്കാനത്ത് താമസം, അത് കഴിഞ്ഞ് നാളെ നമ്മൾ കമ്പം തേനി ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ 15 പേരുണ്ട്. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. സോ എല്ലാവരെയും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ഷാരീസ് വേ. ഡോറയുടെ പ്രയാണത്തിലേക്ക് സ്വാഗതം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവി നീ വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു, ഓ വന്നു ചിരി തൂകി നിന്നു. എല്ലാവരും വിചാരിച്ച പോലെയല്ല, നല്ല ബെസ്റ്റ് പാട്ടുകാരായിരുന്നു. എല്ലാവരുടെ പാട്ടും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. നമ്മളെന്തായാലും ഇൻഡിവിജ്വൽ സോങ്സ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നേരെ നമ്മൾ അന്താക്ഷരിയിലേക്ക് കടന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു യാത്രയാണ്, ഒത്തിരി നേരം ഉണ്ട് എന്നുള്ളതൊരു ഫീലേ നമുക്ക് കിട്ടില്ല. പെട്ടെന്ന് സമയം പോകാനും നമ്മൾ ആ സ്പോട്ടിലെത്താനും ഇങ്ങനെ ഫുൾ ഇങ്ങനെ എന്താ പറയുക പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങ് നേരെ അങ്ങ് പെട്ടെന്ന് പോകും. ഇപ്പം അത്യാവശ്യം ദൂരമുണ്ട്. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പാഞ്ചാലിമേടാണ് ഈ ഒരു സ്ഥലം. ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം കൂടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പം അങ്ങനെ നമ്മളിവിടെ എത്തി. നല്ല നട്ടുച്ചയാണ്, വെയിലുണ്ട് നന്നായിട്ട്. എന്തായാലും നമുക്ക് നോക്കാം, കാഴ്ചകളെ കാണാം. ടിക്കറ്റ് 25 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. നോക്കാം. ആദ്യം തന്നെ ഇങ്ങനെ വലിയൊരു കവാടം നമുക്ക് കാണാൻ പറ്റും. ഗേറ്റ് കടന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾക്ക് അഡൽറ്റിന് 25 രൂപ, കുട്ടികൾക്ക് 15 രൂപ, അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ ഗേറ്റ് കടന്ന് നേരെ ഇവിടെയാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് നേരെ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ്. ഫുൾ കരിങ്കല്ലിൽ തീർത്ത കൽപ്പടവുകളും ആ തൂണുകളും ഒക്കെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിമാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. ശരിക്കും ഈ സേവ് ദി ഡേറ്റും ഇപ്പോൾ ഫോട്ടോഷൂട്ടും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല സ്പോട്ടാണ്. പച്ചപ്പിന് പച്ചപ്പ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വരേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെയോ അതിരാവിലെയോ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ കോട നിറഞ്ഞൊരു പ്രത്യേക ഫീലാണ്. പക്ഷെ നമുക്കിപ്പം നമ്മളുടെ ഐറ്റിനറിയിൽ വേറെ 2 സ്ഥലങ്ങളുള്ളത് കൊണ്ടും അങ്ങനെ എല്ലാ സ്പോട്ടും നമുക്ക് ഈവനിങ് ഒരുമിച്ച് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാത്രയിൽ പ്രത്യേകിച്ച് 2 ദിവസത്തെ യാത്രയാണിത്. അപ്പോൾ നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും ടൈം മാനേജ്മെൻറ്റും ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് 12 മണിയാണ്. പക്ഷേ ഈ ഭാഗത്ത് ഒരു പ്രത്യേക കൂളാണ്. പ്രത്യേകിച്ച് കരിങ്കല്ല് നല്ല തണലും ആയിട്ട് നല്ല രസമുണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം ഇവിടെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമുക്കത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം അത് കണ്ട് കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതും കൂടെ നമ്മളിതിൽ കാണും കേട്ടോ.
അങ്ങനെ കുറച്ച് നേരം ഇതിൻ്റെ മണ്ടയ്ക്ക് ഇരുന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇനി താഴോട്ട് പോകാൻ പോവാണ്. അപ്പം ഇതിനിടയിൽ ഒരു സിപ്പ് ലൈൻ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. 350 രൂപയാണ്. നമ്മുടെ കൂടെയുള്ള ആരും എടുത്തില്ല. അപ്പം അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 350 രൂപ എന്തുകൊണ്ടാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സിപ്പ് ലൈന് നീളമുണ്ട്. എന്നിട്ട് അതിന് ശേഷം എൻഡിൽ പോയിട്ട് അവിടുന്ന് തിരിച്ച് അവർ ജീപ്പിലാണ് നമ്മളെ കൊണ്ടുവിടുക സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. അപ്പോൾ അതുകൊണ്ടായിരിക്കും 350 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മീൻസ് അവിടുന്ന് നമ്മൾ ഇറങ്ങി പരുന്തുംപാറയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ യാത്രയുടെ മുമ്പ് അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കണം. കുറച്ച് നേരമായിട്ട് നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടുന്നും കിട്ടില്ല. അവസാനം ചെറിയൊരു വലിയ തിരക്കേടില്ലാത്തൊരു ഫിഷ് മീലൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറി. ചെറുതാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരുപാട് വലിയ നമ്മൾ നോർമൽ ഒരു ട്രിപ്പ് പോകുമ്പോൾ കാണുന്ന പോലത്തെയുള്ള സംവിധാനങ്ങളും ഒന്നുമില്ല. പക്ഷെ എന്നാലും ഇടുക്കിക്കാരോട് ശരിക്കും അസൂയാണ്. കാരണം പ്രകൃതി ഭംഗി കൊണ്ട് അത്രയും എന്താ പറയുക സമ്പത്ത് നിറഞ്ഞതാണ് ഈ ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുണ്ട്. ഇനിയും നമ്മൾ കാണാത്ത എത്രയോ സ്പോട്ടുകളുണ്ട് ഇടുക്കി ജില്ലയിൽ. അപ്പം നമ്മൾ ഇപ്പം ആ പരുന്തുംപാറയിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അവിടെ എത്തി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മീൻസ് കുറച്ച് നേരത്തെ തന്നെയാണ് നമ്മൾ എത്തിയത്. വല്ലാണ്ട് ഈവനിങ് ആയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടും. നമ്മുടെ കൂടെയുള്ള കുറച്ച് പേരൊക്കെ പുതിയതായിട്ട് പരുന്തുംപാറ കാണുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു തിരക്ക്, ഒരുപാട് വണ്ടികളും അങ്ങനെയൊന്നും കാണുന്നില്ല. കാര്യം ശനിയാഴ്ചയാണ് ഇന്ന് എങ്കിൽ കൂടിയും അത്ര ഒരു തിരക്ക് ഈ നേരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര ഒരു തിരക്ക് കാണുന്നില്ല. നമ്മൾ ഇനി ഇവിടെ ഇറങ്ങിയ വഴിക്ക് തന്നെ നമ്മളെ ഒരു ജീപ്പുകാർ വളഞ്ഞു. അതായത് ഇവിടുന്ന് 5 മുട്ടക്കൊന്ന് കവർ ചെയ്തിട്ട് നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു അഡ്വഞ്ചറാണ്. 100 രൂപയാണ് ഒരാൾക്ക് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് പേര് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ 2 ജീപ്പായിട്ട് നമ്മൾ ഈ മല മുകളിലോട്ട് കയറി പോവാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അഡ്വഞ്ചർ തന്നെയായിരുന്നു. കാര്യം ഈ ജീപ്പ് ഡ്രൈവേഴ്സിനെയൊക്കെ സമ്മതിക്കണം. കണ്ടില്ലേ ഓരോ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും വേർത്തായിരുന്നു കേട്ടോ. 100 രൂപ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്ഥലത്ത് പോകുമ്പോൾ അത്ര വലിയൊരു അധികമല്ല. പ്രത്യേകിച്ച് 5 മലകൾ കൂടെ ചേർന്ന്, അതായത് മുട്ടക്കുന്നാണല്ലോ ഇവിടുത്തെ മെയിൻ സംഭവം. അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് കാണുക എന്ന് പറയുന്നത് ഒരു രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ എത്തി. നല്ല രസമായിരുന്നു. പക്ഷെ കുറച്ച് പറഞ്ഞാൽ അഡ്വഞ്ചറാണ്. നമ്മൾ കുത്തിക്കുലുങ്ങിയിട്ടേ എനിക്ക് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാനേ പറ്റിയില്ല. ഞാൻ കുറേ സ്പോട്ടൊക്കെ മിസ് ചെയ്തു. കുറച്ച് മാത്രമാണ് നിങ്ങളിത് കാണിച്ചത് കേട്ടോ, വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് റീലൊക്കെ പ്രാക്ടീസ് ചെയ്തു. പക്ഷേ ഒന്നോ രണ്ടൊക്കെ പുറത്ത് വന്നുള്ളൂ. ഇത് ഞങ്ങളുടെ വേറൊരു റീലാണ്. എൻ്റെ RJ ഷാരി എന്നാണ് ഇൻസ്റ്റാ ID. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ഇതിൻ്റെ റീൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിത് തിരിച്ചിങ്ങോട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീപ്പുകാരൊക്കെ റെഡി. നല്ല എന്താ പറയുക പാവം പിള്ളേർ പോലെ, മീൻസ് എന്താ പറയുക വലിയ കത്തി റേറ്റൊന്നും നമ്മളടുത്ത് പറയണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ല നിങ്ങളിതൊക്കെ വന്ന് കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചാക്കിട്ട് പിടിച്ചിട്ട് നമ്മളിങ്ങോട്ട് കയറ്റിയത് തന്നെ. അപ്പോൾ തിരിച്ച് ഇപ്പം നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല ഈ പ്രദേശം ഇതിലൂടെയൊക്കെ ജീപ്പ് പോവുക. ജീപ്പ് പിന്നെ അങ്ങനെയാണല്ലോ, ഓഫ് റോഡിനുള്ളതാണല്ലോ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാലും ഇവരെ സമ്മതിക്കണം കേട്ടോ. എന്തായാലും വളരെ വേർത്തായിരുന്നു. നിങ്ങളും പരുന്തുംപാറ വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞത് ഒരു വേറെ ഫീൽ അല്ലേ. എന്നാലും വലിയ കോട വന്ന് നിറഞ്ഞിട്ടില്ല. കാരണം സമയം ഇപ്പോൾ 4 മണിയായിട്ടുള്ളൂ. പക്ഷെ എന്നാലും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, രസമുണ്ട്.
കാണാൻ മാത്രമാണ്. അതായത് കോട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൂൾ ക്ലൈമറ്റ് നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ നമുക്ക് വീഡിയോയിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോഴും ഒത്തിരി അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെന്നല്ല, എന്നാലും നമുക്ക് കുറച്ചും കൂടെ ഒക്കെ വിസിബിൾ ആയിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ വണ്ടിയിലോട്ട് പോവാണ്. അങ്ങനെ ഷോപ്പിംഗ് കാര്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്തില്ല. കുറച്ച് പേരൊക്കെ ഐസ്ക്രീമും അതുപോലെ ഉപ്പിലിട്ട കുറേ ഐറ്റംസും അങ്ങനെയൊക്കെ വാങ്ങി കഴിച്ചു എന്നല്ലാണ്ട് വലിയ രീതിയിലൊന്നും ആരും ഷോപ്പ് ചെയ്തില്ല കേട്ടോ. ഇത് നമ്മുടെ കൂടെയുള്ള ഏറ്റവും സീനിയറാണ്. അത്രയ്ക്ക് ബാക്കിയുള്ള ആളാണേ. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ ശാരീരിക കൂടെ ഞങ്ങൾ അടുത്തൊരു ട്രിപ്പ് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇത്രയും പറഞ്ഞേ ഫ്രീ ആയിട്ട് ഞാൻ കൊണ്ടുപോകണോ? ഫ്രീ ആയിട്ട് ഞാൻ എന്റെ ചെലവില് ഈ എല്ലാവരും കൂടിയിട്ട് ഒരു പ്രാവശ്യം കൂടി വേറൊരു സ്ഥലത്തേക്ക് പോകും കൊണ്ടുപോകും. എല്ലാരും കേട്ടല്ലോ അല്ലേ? ദൈവമേ ഈ ലോട്ടറി അടിച്ചെങ്കിൽ. ഈ ട്രിപ്പ് ഓർഗനൈസ് ചെയ്യാനുള്ള മെയിൻ കാരണം ഈ ഷമി ചേച്ചിയാണ്. ദൈവമേ അടുത്ത ട്രിപ്പും കൂടെ സെറ്റ് ആവണേ, ലോട്ടറി അടിക്കണേ, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും എല്ലാവരും ഫുൾ എൻജോയ്മെൻറ്റ്, ഫുള്ള് പാട്ടും പരിപാടികളായിട്ട്. ഇത് ബിന്ദു ചേച്ചി ഒരു മിനിറ്റ് ആളുകളെ വെറുതെ ഇരുത്തിയിട്ടില്ല, എൻ്റെ ദൈവമേ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാനിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പോയിട്ടുള്ള കമ്പം മുന്തിരിത്തോട്ടങ്ങളും അതേപോലെ തന്നെ കുട്ടിക്കാനത്തുള്ള ഒരു പൈൻ ഫോറസ്റ്റും ഇതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ.